എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഒരു സിംഗിൾ സിലിണ്ടർ 4-stroke ഡീസൽ എഞ്ചിന്റെ ലോഡ് ടെസ്റ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളൊരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ട ഒരു അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻ തന്നെയാണ്, സിംഗിൾ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ. അതിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡൈനാമോ, സ്പ്രിംഗ് ബാലൻസ് കാര്യങ്ങളാണ് വേണ്ടത്. പിന്നീട് ഡീസൽ ഫ്യൂൽ സിസ്റ്റവും അതേപോലെ തന്നെ ഫ്യൂവലിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷറിംഗ് ട്യൂബും ആവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടെസ്റ്റ് റിഗിന്റെ ഭാഗങ്ങൾ എന്ന് പറയാനുള്ളത്. ഈ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനകത്ത് ഉണ്ടാവുന്ന ഇൻഡിക്കേറ്റഡ് പവർ എത്രയാണെന്നുള്ള അറിയണം, അതേപോലെ തന്നെ ബ്രേക്ക് പവർ എത്രയാണെന്നുള്ള അറിയണം, അതിന്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി, ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി, എത്രത്തോളം ഫ്യൂവൽ കൺസ്യൂം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടെത്തേണ്ട ഡാറ്റകളാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് മുൻപായിട്ട് ഇതിന്റെ ഫ്യൂൽ സിസ്റ്റം കൂടി ഒന്ന് പറയാം. ഡീസൽ ഫ്യൂൽ സിസ്റ്റത്തിന്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് എപ്പോഴും ഡീസൽ ഫ്യൂൽ ടാങ്ക് തന്നെയാണ്. ഡീസൽ ഫ്യൂൽ ടാങ്കിൽ നിന്നും ഒരു ഫ്യൂൽ ഫിൽട്ടർ വഴി ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലേക്കും, ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നും ഡീസൽ കൃത്യമായിട്ടുള്ള പ്രഷറിൽ, ആവശ്യമായിട്ടുള്ള പ്രഷറിൽ അറ്റോമൈസ്ഡ് ഫോമിൽ ഇഞ്ചക്ടറിലൂടെയാണ് എഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഫ്യൂൽ ടാങ്കിൽ നിന്നും മെഷറിംഗ് ട്യൂബിലേക്കാണ് ആദ്യത്തെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. മെഷറിംഗ് ട്യൂബിൽ ആവശ്യമായ അളവ് ഡീസലിനെ നമ്മൾ എത്തിച്ചതിന് ശേഷം ആ വാൽവ് ക്ലോസ് ചെയ്ത് വെക്കുക. ഇവിടെ കൺസ്യൂം ചെയ്യുന്ന ഫ്യൂവലിന്റെ അളവ് നമുക്ക് ആവശ്യമാണ്. എത്രത്തോളം ഫ്യൂവൽ എത്ര സമയത്തിൻ്റെ ഉള്ളിൽ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യേണ്ട ആവശ്യമാണ്. ഇനി എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ സപ്ലൈ നമ്മൾ ഓൺ ചെയ്ത് വെക്കുക. അതിന് ശേഷം വേണം നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മളിവിടെ ക്രാങ്ക് ഷാഫ്റ്റിനെ നല്ലപോലെ ക്രാങ്ക് ചെയ്തിട്ടാണ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡീകംപ്രഷൻ ലിവറിനെ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്തിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക. നന്നായി ക്രാങ്ക് ചെയ്യുക. ക്രാങ്ക് ചെയ്തതിന് ശേഷം ഡീകംപ്രഷൻ ലിവർ പുഷ് ചെയ്യുക. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ബ്രേക്ക് ഡ്രമ്മിലേക്ക് ആവശ്യമായ അളവിലുള്ള, ചൂടാവാതിരിക്കാൻ ആവശ്യമായ അളവിലുള്ള വാട്ടർ സപ്ലൈ ഇല്ലേ എന്നുള്ള ഉറപ്പുവരുത്തണം. ആവശ്യമായിട്ടുള്ള ഒരു വാട്ടർ സപ്ലൈ ബ്രേക്ക് ഡ്രമ്മിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ ചെക്ക് ചെയ്യേണ്ടത് സീറോ ബാലൻസിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 0.1 എറർ നമുക്ക് കാണാനുണ്ട്. ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡെഡ് വെയിറ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ആ ഒരു സ്പ്രിംഗ് വെയിറ്റിൽ നിന്ന് കറക്ഷൻ എത്രയാണോ അത് അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വെയിറ്റ് നമുക്കൊരു 2 kg അപ്ലൈ ചെയ്യാം. kg വെയിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 0.4 kg ആണ് നമുക്ക് സ്പ്രിംഗ് ബാലൻസിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എടുക്കേണ്ട ഡാറ്റ എന്ന് പറയുന്നത് ഇവിടെ മെഷറിംഗ് ട്യൂബിൽ 10 cc ഓഫ് ഫ്യൂൽ കൺസംഷന് എത്ര ടൈം ആവശ്യമാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കാണുന്ന ഓരോ ലൈനുകളും ഓരോ cc ഓഫ് ഫ്യൂൽ കൺസംഷൻ ആണ് കാണിക്കുക. അപ്പൊ നമുക്കിവിടെ 10 cc ഓഫ് ഫ്യൂലിന് എത്ര സെക്കൻഡ് സമയം ആവശ്യമാണ് എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു ലൈനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10 cc എത്ര സെക്കൻഡ് സമയം ആവശ്യമാണ്? 10 cc ഓഫ് ഫ്യൂൽ കൺസപ്ഷന് നമുക്ക് 102 സെക്കൻഡ് സമയമാണ് ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഒരു സെറ്റ് ഓഫ് റീഡിങ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ലോഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് വീണ്ടും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സോ നമുക്ക് ആവശ്യാനുസരണം ടെസ്റ്റ് ചെയ്യുന്ന റീഡിങ്സ് റിപ്പീറ്റ് ചെയ്തതിനു ശേഷം ഫ്യൂൽ പമ്പിലേക്കുള്ള ഫ്യൂൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് എഞ്ചിനെ സ്റ്റോപ്പ് ചെയ്യാം. എഞ്ചിൻ പൂർണ്ണമായും നിന്നതിന് ശേഷം ഡീകംപ്രഷൻ ലിവർ ഉയർത്തി വെക്കുക. അതേപോലെ തന്നെ എഞ്ചിനിലുള്ള ലോഡെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുക. ബ്രേക്ക് ഡ്രമ്മിലേക്കുള്ള വാട്ടർ സപ്ലൈ ഓഫ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ എഞ്ചിനിലേക്കുള്ള ഫ്യൂൽ ലൈനെയും നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് അവസാനിപ്പിക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പം നമ്മൾ ഒരു സെറ്റ് ഓഫ് റീഡിങ് മാത്രമേ എടുത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് ഒന്നിൽ കൂടുതൽ വെയിറ്റുകൾ എടുത്ത് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആവശ്യത്തിന് 4-5 റീഡിങ്സുകൾ എടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് അവസാനിപ്പിക്കാനായിട്ട്. താങ്ക് യു.